ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടാനും ഷുഗർ കൃത്യമായി കൺട്രോൾ ചെയ്യാനും സ്ത്രീകൾക്കുണ്ടാകുന്ന പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസും ഗർഭാവസ്ഥയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ജസ്റ്റേഷണൽ ഡയബറ്റീസും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രണ്ടുപേർക്കും ഒരേപോലെ ലിവർ ഡിസീസ് ഉണ്ടെങ്കിൽ ലിവറിൻ്റെ ഫംഗ്ഷൻ മെച്ചപ്പെടുത്താനെല്ലാം ഇനോസിറ്റോൾ സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോ ഇനോസിറ്റോളിനെ കുറിച്ചാണ്. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്, കൃത്യമായിട്ടുള്ള ഡോസ് എത്രയാണ്, ഇതെല്ലാം നമുക്ക് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫിഡിയോ. നമുക്ക് തുടങ്ങാം. ആദ്യമായി ഇനോസിറ്റോൾ എന്താണെന്ന് പറയാം. ഗ്ലൂക്കോസിനെ പോലെ രൂപ സാദൃശ്യമുള്ള ഒരു തരത്തിലുള്ള ബയോമോളിക്യൂളാണ് ഇനോസിറ്റോൾ എന്ന് പറയുന്നത്. ഇതിന് പല രൂപങ്ങളുണ്ട്. മയോ ഇനോസിറ്റോൾ ഉണ്ട്, ഡി കൈറോ ഇനോസിറ്റോൾ ഉണ്ട്. പക്ഷേ എല്ലാത്തിനും കൂടി നമുക്ക് ഒരുമിച്ച് ഇനോസിറ്റോൾ എന്ന് പറയുന്നതായിരിക്കും എളുപ്പം. ഇനോസിറ്റോൾ നമ്മളുടെ ശരീരത്തിൽ തന്നെ ഉൽപ്പാദിക്കുന്നുമുണ്ട്. അതുകൂടാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും ശരീരത്തിലേക്ക് എത്തുന്നുണ്ട്. പ്രധാനപ്പെട്ടിട്ടുള്ള ഇനോസിറ്റോൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം നട്ട്സാണ്. കാഷ്യൂനട്ട്, പീനട്ട്, ആൽമണ്ട്സിൽ എല്ലാത്തിലും അടങ്ങിയിട്ടുണ്ട്. സീഡ്സിൽ അടങ്ങിയിട്ടുണ്ട്. സൺഫ്ലവർ സീഡ്സ്, പംകിൻ സീഡ്സ്, എല്ലാ തരത്തിലുള്ള സീഡ്സിലും വരുന്നുണ്ട്. ഫ്രൂട്ട്സിൽ അടങ്ങിയിട്ടുണ്ട്. ധാന്യങ്ങൾ, അത് അരിയാണെന്നുണ്ടെങ്കിലും മറ്റു തരത്തിലുള്ള ധാന്യങ്ങളാണെങ്കിലും അതിൻ്റെ ഔട്ടർ കവറിങ് ബ്രാനിൽ അടങ്ങിയിട്ടുണ്ട്. പലതരത്തിലുള്ള ബീൻസിലും ഇനോസിറ്റോൾ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ അധികം ആൾക്കാരും ഇപ്പം ഞാൻ പറഞ്ഞ തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നത് കുറവാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ശരീരത്തിലേക്ക് എത്തുന്ന ഇനോസിറ്റോളിൻ്റെ അളവും കുറവായിരിക്കും. അതുമാത്രമല്ല, പലതരത്തിലുള്ള മെഡിക്കൽ കണ്ടീഷൻസ് കാരണം ശരീരത്തിൽ ഉൽപ്പാദിക്കുന്ന ഇനോസിറ്റോളിൻ്റെ അളവും കുറവായിരിക്കും. ഇങ്ങനെയുള്ള സമയത്താണ് ഇനോസിറ്റോളിൻ്റെ സപ്ലിമെൻറ്റ്സ് പോപ്പുലർ ആവുന്നത്. ഇനോസിറ്റോൾ അടങ്ങിയിട്ടുള്ള ഡയറ്ററി സപ്ലിമെൻറ്റ്സ് അവൈലബിൾ ആണ്. പൗഡറിൻ്റെ രൂപത്തിലും ക്യാപ്സ്യൂളിൻ്റെ രൂപത്തിലും. ഏറ്റവും കൂടുതലായിട്ട് ഇനോസിറ്റോളിൻ്റെ സപ്ലിമെൻറ്റ്സ് വരുന്നത് മയോ ഇനോസിറ്റോളിൻ്റെ ഫോമിലാണ്. കാരണം നമ്മുടെ ശരീരത്തിലും ഏറ്റവും കൂടുതലുള്ള ഇനോസിറ്റോളിൻ്റെ രൂപം മയോ ഇനോസിറ്റോളിൻ്റെ രൂപത്തിലാണ്. ഇനി സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഇനോസിറ്റോൾ സപ്ലിമെൻറ്റ്സിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് പറയാം. ഏകദേശം 2000-ഓളം ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് 50 സ്റ്റഡീസിൽ നിന്നുള്ള ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടാണ് ഇനോസിറ്റോളിന് ഇത്രയും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് പറയുന്നത്. അതിൽ ആദ്യം പറയാനുള്ളത് ഷുഗർ കൺട്രോളിന് വേണ്ടിയിട്ടാണ്. രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ കൺട്രോൾ ചെയ്യാൻ ഇനോസിറ്റോളിന് റോളുണ്ട്. രക്തത്തിലുള്ള ഷുഗറിൻ്റെ ലെവൽ കുറച്ച് നിർത്താനാണ് ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ റിലീസ് ആവുന്നത്. നമ്മുടെ ബോഡിയിലുള്ള ഓരോ സെല്ലും ഇൻസുലിനോട് സെൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഷുഗർ കൺട്രോളായിട്ട് തന്നെ നിൽക്കും. പക്ഷേ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയുമ്പോൾ, അതായത് ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് കൂടുന്ന അവസ്ഥയുണ്ട്. പ്രമേഹത്തിലും ഒബീസിറ്റിയിലും മെറ്റബോളിക് കണ്ടീഷൻസിലൊക്കെ ഇതാണ് സംഭവിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടാൻ ഇനോസിറ്റോൾ സപ്ലിമെൻറ്റ്സിന് കഴിവുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൺട്രോളാക്കി നിർത്താനും ഭക്ഷണത്തിന് ശേഷം രക്തത്തിൽ കൂടി വരുന്ന ഷുഗറിൻ്റെ ലെവലുണ്ട്. ഇതിനെ പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഗ്ലൂക്കോസ് എന്നാണ് പറയുന്നത്. ഇത് കൺട്രോളാക്കി നിർത്താനൊക്കെ ഇനോസിറ്റോൾ സപ്ലിമെൻറ്റ്സ് ഹെൽപ്ഫുള്ളാണ്. അങ്ങനെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസിൽ ഇനോസിറ്റോളിന് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്നുള്ളത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡയബറ്റീസ് തന്നെ പല തരത്തിലുണ്ട്. ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ട്, ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ട്, ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ട്. ഈ പറഞ്ഞ 3 ടൈപ്പിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുള്ളത് ജസ്റ്റേഷണൽ ഡയബറ്റീസിലാണ്. ഇത് സ്ത്രീകൾക്ക് പ്രസവ സമയത്ത് ഉണ്ടാവുന്ന ഷുഗറിൻ്റെ പ്രശ്നങ്ങളാണ്. പ്രസവ സമയത്ത് ഗ്ലൂക്കോസിൻ്റെ ടോളറൻസ് മാറുന്നതും രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നതും ഇത് കാരണം ജനിക്കുന്ന കുട്ടിക്ക് പോലും പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. പ്രഗ്നൻസി ടൈമിൽ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കൂടുതലാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയാം. ഇങ്ങനെയുള്ളവർക്ക് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉള്ള സ്ത്രീകൾക്ക് ഇനോസിറ്റോൾ സപ്ലിമെൻറ്റ്സ് എടുക്കുന്ന സമയത്ത് അവരുടെ ഷുഗർ ലെവൽ കൺട്രോൾ ആവുന്നതും കണ്ടിട്ടുണ്ട്. ജനിക്കുന്ന കുട്ടിക്ക് കോംപ്ലിക്കേഷൻസ് കുറയുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. മറ്റൊരു സ്റ്റഡിയിൽ ജസ്റ്റേഷണൽ ഡയബറ്റീസ് പ്രിവെൻറ്റ് ചെയ്യാൻ പോലും പ്രഗ്നൻസി ടൈമിൽ ഇനോസിറ്റോൾ സപ്ലിമെൻറ്റ്സ് ഹെൽപ്ഫുൾ ആണെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കണ്ടീഷൻ പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം ആണ്. സ്ത്രീകളുടെ സെക്സ് ഹോർമോണിന് പകരം അവരുടെ ബോഡിയിൽ പുരുഷന്മാരുടെ സെക്സ് ഹോർമോണായിട്ടുള്ള ആൻഡ്രോജൻസിൻ്റെ അളവ് കൂടുന്ന സിറ്റുവേഷനാണ് പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത് കാരണം ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാം. സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ മീശ, ഹെയർ ഗ്രോത്ത് ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതിനെ ഹെർസ്യൂട്ടിസം എന്നാണ് പറയുന്നത്. ഇതിനോടൊപ്പം അവരുടെ രക്തത്തിലുള്ള ഷുഗറിൻ്റെ അളവിലും വ്യത്യാസം ഉണ്ടാവും. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. മെൻസ്ട്രൽ പീരീഡ്സിൽ ഇറഗുലാരിറ്റീസ് ഉണ്ടാവാം. പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം ഉള്ളവർക്ക് എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. അവരുടെ വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഭക്ഷണത്തിൽ മാറ്റം വരുത്തുന്നതും കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറയ്ക്കുന്നതും ഒക്കെ നല്ലതാണ്. ഇതിനോടൊപ്പം ഇനോസിറ്റോൾ സപ്ലിമെൻറ്റ്സും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാൻ സാധിക്കുന്നതും ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചില സ്റ്റഡീസിൽ പറയുന്നുണ്ട്. ജസ്റ്റേഷണൽ ഡയബറ്റീസിനെ കുറിച്ചും പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോത്തിനെ കുറിച്ചും ഞാൻ ഇതിനു മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിനൊക്കെ ലിങ്ക് നിങ്ങൾക്ക് കാർഡ്സിലും ലൈക്ക് ബട്ടണിന് താഴെയും കാണാവുന്നതാണ്. മൂന്നാമത്തെ ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ്. ബോഡി മാസ് ഇൻഡെക്സ് 25 മുതൽ 29.9 വരെയുള്ളവരെ നമുക്ക് ഓവർ വെയിറ്റ് എന്ന് പറയാം. 30ൻ്റെ മുകളിലേക്കുള്ളവരെ ഒബീസിറ്റി എന്ന് പറയാം. ഈ 2 കാറ്റഗറിയിലുള്ളവർക്കും, അതായത് ഓവർ വെയിറ്റ് ആണെങ്കിലും ഒബീസ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് ഇനോസിറ്റോൾ സപ്ലിമെൻറ്റ്സ് എടുക്കുന്ന സമയത്ത്
വെയിറ്റ് കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ നടത്തിയിട്ടുള്ള സ്റ്റഡീസിൽ ഇനോസിറ്റോളിൻ്റെ മാത്രം ഇഫക്റ്റ് കൊണ്ടാണോ വെയിറ്റ് കുറഞ്ഞതെന്നുള്ളത് കൃത്യമായിട്ടും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ഇനോസിറ്റോൾ സപ്ലിമെൻറ്റ്സ് എടുത്തവർ എക്സസൈസും ചെയ്തിട്ടുണ്ടായിരുന്നു, ഡയറ്റിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഇനോസിറ്റോൾ സപ്ലിമെൻറ്റ്സും കൂടി എടുത്തപ്പോഴാണ് വെയിറ്റ് കുറയുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് വീക്കായിട്ടുള്ള എവിഡൻസേ ഉള്ളൂ. ഇനോസിറ്റോളിന് വെയിറ്റ് കുറയ്ക്കാനുള്ള കഴിവുണ്ടോ എന്ന് തെളിയിക്കാൻ കൂടുതൽ സ്റ്റഡീസ് ഇനിയും നടത്തേണ്ടതായിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇനോസിറ്റോളിൻ്റെ മറ്റ് ചില ഹെൽത്ത് ബെനിഫിറ്റ്സ് പറയുന്നത് ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ കഴിവുണ്ടെന്നും ട്രൈഗ്ലിസറൈഡ്സിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ടോട്ടൽ കൊളസ്ട്രോളും LDL കൊളസ്ട്രോളും കുറയ്ക്കാൻ കഴിയുന്നുണ്ട് ചില സ്റ്റഡീസിൽ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്പർ ഓഫ് സ്റ്റഡീസ് കുറവാണ്. കൂടുതൽ സ്റ്റഡീസ് നടത്തിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇനോസിറ്റോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനോസിറ്റോൾ നമ്മുടെ ശരീരത്തിൽ ഓരോ സെല്ലുലാർ ലെവലിൽ പോലും വർക്ക് ചെയ്യുന്നുണ്ട്. ഓരോ സെല്ലിൻ്റെ അകത്തേക്കും ഗ്ലൂക്കോസ് കയറിയാൽ മാത്രമേ ആ സെല്ലിന് പ്രവർത്തിക്കാനുള്ള എനർജി ഉൽപ്പാദിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഗ്ലൂക്കോസ് സെല്ലിൻ്റെ അകത്തേക്ക് കയറണോ വേണ്ടെന്നുള്ളത് കുറേയൊക്കെ തീരുമാനിക്കുന്നത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ടാണ്. ആ സെല്ല് ഇൻസുലിനോട് സെൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, ഇൻസുലിന് കൃത്യമായിട്ടും ആ സെല്ലിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഗ്ലൂക്കോസ് മെറ്റബോളിസം ആ സെല്ലിൽ കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. ഇനോസിറ്റോൾ കാര്യമായിട്ടും വർക്ക് ചെയ്യുന്നത് ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടിയിട്ടാണ്. ഇൻസുലിൻ വർക്ക് ചെയ്യാൻ ആ സെല്ലിൽ കുറച്ച് സിഗ്നൽസ് വേണം. അത്തരത്തിലുള്ള സിഗ്നലിംഗ് വർക്കൊക്കെ കൃത്യമായിട്ട് നടത്താൻ ഇനോസിറ്റോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് സ്റ്റഡീസിൽ പറയുന്നത്. ഇനി നിങ്ങൾ ഇനോസിറ്റോളിൻ്റെ സപ്ലിമെൻറ്റ്സ് വാങ്ങിച്ച് കഴിക്കുകയാണെങ്കിൽ അതിന് സൈഡ് എഫക്ട്സ് എന്തൊക്കെ ഉണ്ടാവുമെന്നും കൂടി പറയാം. പൊതുവെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനോസിറ്റോളിന് സൈഡ് എഫക്ട്സ് കോമൺ അല്ല. അധികം ആൾക്കാർക്കും ഈസിലി ടോളറേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷേ ചിലർക്ക് നോസിയ ഉണ്ടാവാം, അതായത് വിമിഷ്ടം പോലെ വരാം, ഛർദ്ദിക്കാനുള്ള ഒരു ടെൻഡൻസി വരാം. ചിലർക്ക് ഡയറിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതലും ഇത്തരത്തിലുള്ള ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ സിംറ്റംസ് ആണ് ഇനോസിറ്റോൾ കാരണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ചെറിയ കുട്ടികൾ പോലും ഇൻട്രാവീനസ്ലി, അതായത് ഞരമ്പിലൂടെ ഇനോസിറ്റോൾ കൊടുക്കുന്ന സമയത്തും അത് സേഫ് ആണെന്നാണ് സ്റ്റഡീസിൽ പറയുന്നത്. പ്രഗ്നൻസി ടൈമിൽ പോലും ഇനോസിറ്റോൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മോസ്റ്റ്ലി സേഫാണെന്ന് പറയാം. പക്ഷേ ഓറലി ഇനോസിറ്റോൾ കുറേ മാസങ്ങൾ അല്ലെങ്കിൽ ദീർഘകാലം കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ സേഫ്റ്റി എന്താണെന്ന് നോക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള സ്റ്റഡീസിൻ്റെ എണ്ണം കുറവാണ്. അതുകൊണ്ട് 3 മാസത്തിലും കൂടുതലൊക്കെ നിങ്ങൾക്ക് ഇനോസിറ്റോൾ കഴിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടേഴ്സുമായിട്ട് ചർച്ച ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് മോണിറ്ററിങ് ചെയ്തതിന് ശേഷം, പ്രത്യേകിച്ചും ലിവറിൻ്റെ ഫംഗ്ഷൻ, കിഡ്നി ഫംഗ്ഷൻ, രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ ലെവൽ ഇതൊക്കെ നോക്കിയതിന് ശേഷം മാത്രം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ നോസിയ, ഡയറിയ എന്നൊക്കെ പറഞ്ഞ സൈഡ് എഫക്ട്സ് സാധാരണ രീതിയിൽ 4 ഗ്രാമിനും മുകളിൽ ഒരു ദിവസം കഴിക്കുന്ന സമയത്ത് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഇനോസിറ്റോളിന് പല തരത്തിലുള്ള മറ്റ് പേരുകളുണ്ട്. ഒന്ന് മയോ ഇനോസിറ്റോൾ എന്നാണ്. സൈക്ലോഹെക്സെയിൻ ഹെക്സോൾ എന്ന് പറഞ്ഞാലും ഇനോസിറ്റോൾ തന്നെയാണ്. ആമസോണിലും ഫാർമസിയിലും ഒക്കെ പലതരത്തിലുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾക്ക് കാണാം. ഏകദേശം 100 ഗ്രാം പൗഡറിനാണെങ്കിൽ 200 റുപ്പീസിനടുത്ത് വില ഉണ്ടാവാറുണ്ട്. 60 ക്യാപ്സ്യൂൾസിന് 600 മുതൽ 800 റുപ്പീസ് വരെയൊക്കെയാണ് വില കാണുന്നത്. ഇനോസിറ്റോൾ സപ്ലിമെൻറ്റ്സ് ചൂസ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസ് എടുക്കാവുന്നതാണ്. ഇനോസിറ്റോൾ അടങ്ങിയിട്ടുള്ള അധിക സപ്ലിമെൻറ്റ്സിലും ഇനോസിറ്റോളിൻ്റെ കൂടെ മറ്റ് വൈറ്റമിൻസും മിനറൽസും ഒക്കെ അവർ ചേർക്കാറുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ ഡയറ്ററി സപ്ലിമെൻറ്റ്സ് ഇനോസിറ്റോളിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്നുള്ള രീതിയിലാണ്. അവസാനം ഇനോസിറ്റോളിൻ്റെ ഡോസും കൂടി പറയാം. ജസ്റ്റേഷണൽ ഡയബറ്റീസിലൊക്കെ ഒരു ദിവസം ഒരു നേരം എന്നുള്ള രീതിയിൽ 1000 മുതൽ 4000 മില്ലിഗ്രാം വരെയാണ് ഡോസ് എന്ന് പറയുന്നത്. അതായത് 1 ഗ്രാം മുതൽ 4 ഗ്രാം വരെ. തുടക്കത്തിൽ 1 ഗ്രാം വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈഡ് എഫക്ട്സ് ഒക്കെ കൂടുതൽ കണ്ടിട്ടുള്ളത് 4 ഗ്രാമിൻ്റെ മുകളിലേക്ക് പോകുന്ന സമയത്താണ്. നിങ്ങൾക്ക് ഇനി ഏത് ഡയറ്ററി സപ്ലിമെൻറ്റിനെ കുറിച്ചാണ് കൂടുതൽ അറിയേണ്ടത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പ്ലേലിസ്റ്റിലുള്ള വീഡിയോസ് കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.